ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവൻ യൂസ് ചെയ്യാതെ വീട്ടിൽ എങ്ങനെ ബട്ടർ കുക്കീസ് തയ്യാറാക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 200 ഗ്രാം ബട്ടർ ആണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിന്റെ പുറത്ത് വെച്ചിട്ട് വേണം ഇത് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് ബീറ്റർ തന്നെ വേണമെന്നില്ല, വിസ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വിസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുക്കീസ് നല്ല പോലെ തന്നെ തയ്യാറായി കിട്ടും, ഒരു കുഴപ്പമില്ല. ബട്ടർ ഒന്ന് ബീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ചേർക്കാന്. ഇനി ഈ പഞ്ചസാരയും ബട്ടറും ഒക്കെ ഒന്ന് നല്ല പോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ്ക് ഉപയോഗിച്ചാൽ മതി. ഹാൻഡ് ബീറ്റർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ പഞ്ചസാരയും ബട്ടറും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് 1.5 കപ്പ് മൈദപ്പൊടിയും അതുപോലെ 1/2 കപ്പ് അരിപ്പൊടിയുമാണ്. ഇത് രണ്ടും അരിച്ചെടുത്തതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ കുക്കീസിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരൽപ്പം മൈദപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിനെ ഒരൽപ്പം മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് റോൾ ചെയ്തെടുത്താൽ മതി ട്ടോ. ഇപ്പതാ ഞാൻ ഇതിനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 1/2 ഇഞ്ച് കനത്തിൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഓരോ പീസും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ പീസിനെയും തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോ ഇതുപോലുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അകത്ത് ബട്ടർ പേപ്പറും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കുക്കീസും ഇതിന്റെ അകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഈ ബട്ടർ പേപ്പർ നിർബന്ധം ഇല്ല, പകരം അടിയിൽ മൈദപ്പൊടി തൂവി കൊടുത്താൽ മതി. ബട്ടർ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിയൊന്നും കരിയാതെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോ കുക്കീസ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു പാനിലാണ്. അടിയിൽ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു വയർ റാക്കും ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മുകളിലാണ് ഞാൻ കുക്കീസ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. നല്ല പോലെ ചൂട് പോയാലേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇപ്പോ കുക്കീസ് നല്ല പോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്, കണ്ടോ? നല്ല പോലെ ക്രിസ്പി ആയി, നല്ല പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കി എടുക്കാം. നിങ്ങളും ഈ കറക്റ്റ് അളവ് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കൂ. നല്ല പോലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ബട്ടർ കുക്കീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.